ഇറാന്റെ മണ്ണിൽ വിഷം വിതച്ച് നെതന്യാഹു. ഇസ്രായേലിനെ ചുട്ടരിച്ച് ഇറാൻ പട. സമാധാന കരാറിന് അംഗീകാരം നൽകുകയെന്ന ലക്ഷ്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമയപരിധികൾ നൽകുവാൻ തുടങ്ങിയതോടെ ലക്ഷ്യത്തിലേക്കുള്ള ഇസ്രായേൽ നീക്കങ്ങൾക്ക് സമയം കുറയുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആണവ പദ്ധതികൾ നശിപ്പിക്കാതെയുള്ള ഒരു പിന്മാറ്റം എന്ന് പറയപ്പെടുന്നതിന് ഇസ്രായേലിന് അത് ജീവൻ മരണ പ്രശ്നമാണ് എന്ന് പറയുന്നത്. അമേരിക്ക വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ, ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വരും ഇറാനെ തീർത്ത് കെട്ടാൻ. ശത്രുനിരയ്ക്ക് പിന്നിൽ ഭൂമിക്കടിയിൽ നൂറുകണക്കിനടി ആഴത്തിലുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കമാൻഡോ റെയ്ഡ് നടത്തി ആയുധ നിർമ്മാണത്തിന് അടുത്ത നിലവാരമുള്ള യുറേനിയം പുറത്തെടുത്ത് നശിപ്പിക്കുക എന്ന ദൗത്യത്തിലാണ് ഇതിന്റെ വിജയം നിലകൊള്ളുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത്. അപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുള്ള അമേരിക്കൻ സമയം ചൊവ്വാഴ്ച രാത്രി 8 മണിക്കുള്ളിൽ ട്രംപിന്റെ സമാധാന നിർദ്ദേശം ഇറാൻ അംഗീകരിച്ചില്ല എങ്കിൽ രാജ്യത്ത് നരകാഗ്നി വർഷിക്കുമെന്നും എല്ലാ പാലങ്ങളും പവർ പ്ലാന്റുകളും തകർക്കുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ ഇത്തരം നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കില്ല എങ്കിലും വിജയം അവകാശപ്പെട്ട യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വഴിയൊരുക്കിയേക്കാം. ഇസ്രായേലിൽ ഒരു വലിയ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഊർജ്ജ നിലയങ്ങൾ പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ വേണോ, അതോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ റെയ്ഡ് പോലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ വേണോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ട്രംപും ഭിന്നതയിലാണ് എന്നുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.